ഹലോ, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ 5 മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 തക്കാളി. എത്രത്തോളം നമ്മൾ തക്കാളി ഇടുന്നോ അത്രയും നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും. അതോടൊപ്പം ആവശ്യത്തിന് മല്ലിയില, അതേപോലെ കറിവേപ്പില, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 പച്ചമുളക് നടുവേ കീറിയത്. ഇത്രയും നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5 മുട്ടയാണ് ഇതിനാവശ്യം, അപ്പോൾ ഞാൻ അതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. സവാള ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ അതാ നമ്മുടെ സവാള ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോട്ടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, പച്ചമുളക് എന്നിവയും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കാം. തക്കാളി നല്ല പോലെ വഴന്നു വരണം, എന്നാലാണ് ബുർജിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്ത ശേഷം നമുക്ക് നല്ല പോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് മതിയാകും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട എല്ലാം കൂടെ പൊട്ടിച്ച് ഒരുമിച്ച് ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല, ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആ മസാലയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിത് ആ മസാലയിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കാം. മുട്ട ഇതിലേക്ക് ചേർത്ത ശേഷം മല്ലിയിലയും കൂടെ നമുക്ക് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം ഒരു സ്പൂൺ കൊണ്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും മുട്ടയൊക്കെ നല്ല മിക്സായി ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പരുവം. വളരെ സിമ്പിളല്ലേ ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ സിമ്പിളാണ്. ഒരു 5 മിനിറ്റ് മതി ഇത് റെഡിയാക്കി എടുക്കാൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക,
ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കണേ. എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്